സമൂഹത്തെ ബാധിച്ച മഹാവ്യാധിയാണ് അന്ധവിശ്വാസം. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അത് പകർന്നുകൊണ്ടേയിരിക്കുന്നു. അന്ധവിശ്വാസത്തെ ഇതുവരെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ടില്ല. വെള്ളം മാത്രം എവിടെയും മാറ്റണം. കൂടുപാത്രം എന്നൊക്കെ പറയുന്ന വല്ലതും ഉള്ളതാണോ അറിയില്ല മോനെ. ശുദ്ധ സംബന്ധമാണ് ഈ കൂടോത്രം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇതാണ് അവസ്ഥ. രാഷ്ട്രീയക്കാർക്ക് പോലും രക്ഷയില്ല. പിന്നെയല്ലേ പൊതുജനങ്ങളുടെ കാര്യം. KPCC അധ്യക്ഷ സ്ഥാനം കെ സുധാകരൻ പിന്നെ മാറി. സ്ഥാനം മാറിയത് കൂടോത്രം കൊണ്ടൊന്നും അല്ല കേട്ടോ. മന്ത്രവാദവും ആഭിചാരവും തടയാൻ നിയമനിർമ്മാണമല്ലാതെ മറ്റെന്ത് വഴി എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളെ കൃത്യമായി നിർവചിച്ച് അവ തടയാനുള്ള നിയമം കർശനമായി നടപ്പാക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇത്തരമൊരു നിയമത്തിനായി നിയമസഭയിലും പുറത്തും വർഷങ്ങളായി ആവശ്യമുയരുന്നുണ്ട്. നിയമസഭയിൽ ബില്ലുകൾ അവതരിപ്പിച്ചു. പലരും പഠനങ്ങളും അഭിപ്രായ രൂപീകരണവും നടത്തി. എന്നാൽ ഇവയൊന്നും നിയമനിർമ്മാണത്തിലേക്ക് എത്തിയില്ല. ഓരോ തവണയും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇല്ലാത്ത അന്ധവിശ്വാസ നിരോധന നിയമത്തെക്കുറിച്ച് രാഷ്ട്രീയ ഭരണകൂട സംവിധാനങ്ങൾ വാതോരാതെ സംസാരിക്കും. അന്ധവിശ്വാസത്തിനെതിരായ ബിൽ അവതരിപ്പിച്ച ഇടത് MLA KD പ്രസേനൻ അന്ന് നിയമസഭയിൽ ഒരു അനുഭവം പറഞ്ഞു. ഞാൻ ഒരു ആശുപത്രിയിൽ നിൽക്കുമ്പോൾ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്ത ഒരു സ്ത്രീയെ, ആ സ്ത്രീയുടെ ഭർത്താവ് അവരെ സിസേറിയന് ഡോക്ടറെ നിർബന്ധിക്കാം, നിങ്ങൾ നിർബന്ധമായി സിസേറിയൻ നടത്തണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയുമായി പോകും. എന്താണ് സംഗതി എന്ന് പറഞ്ഞാൽ, ഇന്ന നിമിഷത്തിൽ ഇന്ന സമയത്ത് കുട്ടിയെ പുറത്തെടുത്താൽ ഏറ്റവും മികച്ച നാളിൽ എൻ്റെ മകൾ വരും. സ്വന്തം ഭാര്യ മരിച്ചാലും വിരോധമില്ല, ഈ സിസേറിയൻ നടത്തണം എന്ന് നിർബന്ധിക്കുന്ന മനുഷ്യനെ കാണേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഒരു ഔദ്യോഗിക ബിൽ പരിഗണനയിലുള്ളതിനാൽ സ്വകാര്യ ബിൽ പരിഗണിക്കേണ്ടതില്ലെന്ന നിലപാടിലായിരുന്നു സർക്കാർ. യഥാർത്ഥത്തിൽ ഇത് വിശ്വാസ സമൂഹത്തെ സംരക്ഷിക്കാനാണ്. അവരുടെ ആചാരങ്ങളെ ലംഘിക്കുന്നതല്ല, ആചാരങ്ങളെ കൂടി സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലാണ് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരായ ബില്ലായിട്ടാണ് നിയമസഭയിൽ അത് അവതരിപ്പിച്ചത്. ശാസ്ത്രം അതിന്റെ ഉന്നതികളിൽ എത്തിയിട്ടും അന്ധവിശ്വാസ ചൂഷണങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ടില്ല. വിശ്വാസങ്ങൾ നമ്മെ അന്ധരാക്കരുത്. ചതിക്കുഴികൾ നമ്മൾ മനസ്സിലാക്കണം. രതീഷ് വെൺപകലിനൊപ്പം T. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.